അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, ഒരു മുഅ്മിനിൻ്റെ ഇബാദത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് ആണല്ലോ ഖുർആൻ ഓതുക എന്നുള്ളത്. ഈ ഖുർആൻ ഓതുക എന്ന് പറയുന്നത് അത് ചെറിയ വിഷയമൊന്നുമല്ല. ധാരാളം മഹത്വങ്ങൾ, ധാരാളം പോരിശകൾ അതിന് ഓതുന്നവന് അള്ളാഹു നൽകുകയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കി നോക്കിയാൽ അതിൻ്റെ അനുഭവം നാം അനുഭവപ്പെടും. നമ്മുടെ ജീവിതത്തിൽ എത്രയോ സമയങ്ങൾ ഒരു ദിവസം വേസ്റ്റായി പോകുന്നുണ്ട്. അതേ സമയത്ത് ഒരല്പസമയം എല്ലാ ദിവസം അള്ളാഹുവിൻ്റെ ഖുർആൻ എടുത്ത് ഓതാൻ ഒരു തൗഫീക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് ചെറിയ വിഷയമൊന്നുമല്ല. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഇബ്നു സ്വലാഹ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവയിൽ പറയുന്നൊരു കാര്യം നോക്കി. ഫഖദ് വറദ അന്നൽ മലായികത ലം യുഅതു ഫളീലത്തുൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികങ്ങൾക്ക് നൽകാത്ത ഒരു വിഷയമാണ് അല്ലാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ളത്, അതായത് ഖുർആൻ എന്നുള്ളത്. അവർക്ക് ഖുർആൻ ഓതുക, അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ വായിക്കുക, ഓതുക, പഠിക്കുക, അങ്ങനൊരു അമല് മലായികങ്ങളെ ഇബാദത്തിലില്ല. മലായികങ്ങളെ കൂട്ടത്തിൽ നിസ്കരിക്കുന്നവരുണ്ട്, റുക്ഊ ചെയ്യുന്നവരുണ്ട്, സുജൂദ് ചെയ്യുന്നവരുണ്ട്, അള്ളാഹു കൽപ്പിച്ചതുപോലെ പല പല ഇബാദത്തുകൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അവർക്ക് ഖുർആൻ ഓതുക എന്ന് പറയുന്ന ഒരു അമല് അവർക്ക് ഇല്ലല്ലോ. അതുകൊണ്ട് അവർ വഹിയ ഹരീസത്തുൻ ലിദാലിക, അവർക്ക് വലിയ ആഗ്രഹമാണ് ഖുർആൻ കേൾക്കുക എന്ന് പറയുന്നത്. ഖുർആൻ ഒന്ന് ശ്രവിച്ച് കേൾക്കുക എന്ന് പറയുന്നത് അവർക്ക് വലിയ ആഗ്രഹമാണ്. അലാ സമാഇഹി മിനൽ ഇൻസ്, മനുഷ്യന്മാർ എവിടെയെങ്കിലും ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ അവിടെ വേഗം വന്നെത്തുക, അതൊന്ന് കേൾക്കുക, അതൊന്ന് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് മലായികങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അവർക്കല്ലേ അല്ലാഹുവിനെ കുറിച്ച് ശരിക്ക് അറിയുന്നവർ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ അറിയുന്നവർ, അള്ളാഹുവിൻ്റെ എല്ലാ അജായിബുകളെ ശരിക്കും മനസ്സിലാക്കിയവരാണല്ലോ മലായികങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് അത് വലിയ പോരിശമുള്ളതാണെന്നും അവർ ഉൾക്കൊള്ളുകയും റബ്ബ് എന്താണ് പറഞ്ഞത് അതൊന്ന് കേൾക്കണം, റബ്ബ് എന്ത് ഖുർആനിൽ അവൻ്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊന്ന് മനസ്സിലാക്കണമെന്ന് മലായികങ്ങൾക്ക് വലിയ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് അവർ എവിടെയെങ്കിലും ഒരു അടിമ ഖുർആൻ ഓതുന്നുണ്ടെങ്കിലും അവർ അവിടെ ഓടിയെത്തുമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് വലിയൊരു പാഠമാണ്. നാം ഖുർആൻ ഓതുന്ന സമയത്ത് നല്ല ഈമാനോടും കൂടെ, നല്ല യഖീനോടും കൂടെ നാം റബ്ബിന് വേണ്ടി ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ മലായികങ്ങളെ അള്ളാഹു ഇറക്കും. മലായികങ്ങൾ അത് കേൾക്കാനുണ്ടാകും. അപ്പോൾ ഒരു മനുഷ്യനെ കൂടെ മലായികങ്ങൾ ഉണ്ടായാൽ അവന് വലിയ കാവലാണല്ലോ, അവന് വലിയ ബർക്കത്താണല്ലോ, അവന് വലിയ നിഅമത്താണല്ലോ. അത് ചെറിയ വിഷയമൊന്നുമല്ല. അപ്പോൾ ഖുർആൻ ഓതുന്നു എന്ന് പറയുന്നത് അത് വലിയ പോരിശമുള്ളതാണ്. നമ്മളെ ജീവിതത്തിൽ എത്രയോ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ദിവസേന ഒരു ചെറിയ സമയമെങ്കിലും നിർബന്ധിപ്പിച്ച് നമ്മളെ ശരീരത്തിനെ നിർബന്ധിപ്പിച്ച് ഖുർആൻ എടുത്ത് നാം ഖുർആൻ ഓതാൻ ശീലിക്കണം. അതൊന്ന് ശീലിച്ച് കിട്ടിയാൽ പിന്നെ നാം ഒരിക്കലും ആ ഖുർആനിനെ വിടൂല. അങ്ങനെയാണ് ഖുർആനിൻ്റെ ഒരു സ്വഭാവം. ഖുർആൻ ഓതി തുടങ്ങാൻ വലിയ പ്രയാസമാണ്, അത് ഓതി കിട്ടൂല. മറ്റുള്ള എത്ര ബുദ്ധിമുട്ടുള്ള വിഷയമാണെങ്കിലും നമ്മൾ ചെയ്യും. ഒരു ഖുർആൻ എടുത്ത് ഓതുക, ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ ഒരു ദിവസത്തിൽ എടുത്ത് ഓതുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള വിഷയമൊന്നുമല്ലല്ലോ. പക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള എന്തെല്ലാ വിഷയങ്ങളും നമ്മൾ ചെയ്യുന്നു. പക്ഷെ ഇത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇത് ചെയ്യാൻ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല. ഇബ്ലീസ് നമ്മെ വിടുന്നില്ല. കാരണം ഖുർആൻ ഓതി പതിവായി കിട്ടിയാൽ
പിന്നെ ഒരിക്കലും നമ്മൾ ഖുർആനിനെ വിടൂല എന്നത് ഉറപ്പാണ്. അങ്ങനൊരു സ്വഭാവം ഖുർആനിനുണ്ട്. അപ്പോൾ എങ്ങനെങ്കിലും ഒന്ന് നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. ഖുർആൻ ഓതുക എന്നുള്ളത് നമ്മുടെ മുഅ്മിനാണ്, നമ്മൾ അല്ലാഹുവിൻ്റെ ആൾക്കാരാണ്, നമ്മൾ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരാണെന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെ പറയുന്ന നമ്മൾ ഒരു ദിവസം ഒരു ആയത്തെങ്കിലും ഒരു ദിവസം അല്ലാഹുവിൻ്റെ ഖുർആൻ എടുത്ത് ഒന്ന് കയ്യിൽ പിടിച്ച് ഒരല്പസമയമെങ്കിലും ഓതാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊരു ഖേദകരമായ വിഷയമാണ്. ഒരിക്കലും പോലും അതിനായിപ്പോകരുത്. നല്ല ഖുർആൻ ഓതുന്നവരാകണം, ധാരാളം ഖുർആൻ ഓതുന്നവരാകണം. അതാണ് അങ്ങനെ ഖുർആൻ ഓതിയാൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ മലായിക്കങ്ങളുടെ വലിയ കാവലുണ്ടാകുന്ന, മലായിക്കങ്ങളുടെ വലിയ സാന്നിധ്യമുണ്ടാകുന്ന ആ കൂട്ടരിൽ അള്ളാഹു നമ്മെ പെടുത്തും. അള്ളാഹു പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.